അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിരിക്കുന്നതുകൊണ്ട് മുരിങ്ങയില തോരൻ വയ്ക്കാൻ പോവുകയാണ്. മുരിങ്ങയില ഇങ്ങനെ നല്ല നാടൻ നല്ല അടിപൊളി മുരിങ്ങയിലാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഞാനിതിവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കേ, ഹലോ. അപ്പം നമ്മുടെ മുരിങ്ങയില തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങ, 2-3 പച്ചമുളക്, ശകലം ജീരകം, 2 വെളുത്തുള്ളി, ഒരു കറിവേപ്പില തണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുരിങ്ങയില തോരനായിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ്. പിന്നെ അല്പം മഞ്ഞൾ പൊടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി ഒന്നും അതിന് ഇടുന്നില്ല. പച്ചമുളക് ആവശ്യത്തിന് എരിക്ക് ചേർക്കാനായിട്ട് പച്ചമുളക് 2-3 ഉണ്ട്. ചെറിയ എരിയില്ലാത്ത മുളകാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങയില തോരന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയില തോരനുള്ളതായ കടുക് വറക്കുകയാണ്. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള കടുക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എണ്ണ വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ അരച്ച് മറ്റേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം ചതച്ചതാണ്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, ശകലം പച്ചമുളക്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ചെറിയ ആവിയിൽ നിന്ന് വേകട്ടെ. ചെറിയ ആവിയിൽ നിന്ന് വെന്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ ഇപ്പോൾ റെഡിയാകും. അപ്പോൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബായ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല നാടൻ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൈര്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് അത്താഴം കഴിക്കാനുള്ള പുറപ്പാടാണ്. വന്നാൽ എല്ലാവർക്കും കഴിക്കാം. ഓക്കേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഓയ്.